السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഈ ഒരു വിജ്ഞാന സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി എടുത്ത നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സൃഷ്ടാവായ നാഥൻ നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുമ്പിലേക്ക് അറിയപ്പെട്ട ഒരു വ്യക്തി കടന്നു വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ഓരോരുത്തരോടും ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? സ്വാഭാവികമായും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയാനുണ്ടാകും. കാരണം ഒട്ടനേകം ആവശ്യങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ പ്രധാനിയായ ഒരു വ്യക്തിത്വമാണ് റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുദ്ധീകരണത്തിനു വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അറബികളുടെ പൊതുവായുള്ള ഒരു ശീലം എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റബീഅ സൽ, റബീഅ നിങ്ങൾ ചോദിക്കൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് എനിക്ക് വേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളോടൊരാൾ വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര ആളുകൾ സ്വർഗമെന്ന് പറഞ്ഞിട്ടുണ്ടാവും? പലപ്പോഴും പല ആളുകളും ഭൗതികമായ ചിന്തകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലൊരു വിശ്വാസി ഭൗതികതയേക്കാൾ എത്രയോ ഉയർന്നതാണ് പരലോക വിജയം, അവിടുത്തെ രക്ഷ എന്ന് മനസ്സിലാക്കേണ്ടവരാണ്. പലപ്പോഴും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് ചിലപ്പോൾ നമ്മൾ പറയും, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് നമ്മൾ പറയും, നോ താങ്ക്സ്. എന്നാൽ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു തൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല, മറിച്ച് അദ്ദേഹം ചോദിച്ചത് സ്വർഗമാണ്. സ്വർഗം എന്നു മാത്രമല്ല, ആ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലാകണം. ചോദിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയാണ് റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഗൈറ ദാലിക്, അതല്ലാത്ത മറ്റെന്തെങ്കിലും താങ്കൾക്ക് ഭൗതികമായോ പാരത്രികമായോ ചോദിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഹുവ ദാക്, അതാണ് എനിക്ക് വേണ്ടത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, റബീഅ റളിയല്ലാഹു അൻഹുവിന് ഇത്തരം ഒരു അവസരം ഉണ്ടായപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞില്ല, മറിച്ച് സ്പോട്ടിലുള്ള മറുപടിയാണ് എനിക്കെന്താ വേണ്ടതെന്നുള്ളത്. എന്തുകൊണ്ടാണ് സ്പോട്ടിൽ അദ്ദേഹത്തിന് ആ മറുപടി പറയാൻ സാധിച്ചത്? അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അവരുടെ മനസ്സിലുള്ള ചിന്തയതാണ് സ്വർഗം,
സ്വർഗം, സ്വർഗം. എപ്പോഴും മനസ്സിൽ ആ ചിന്തയായതുകൊണ്ടാണ് അദ്ദേഹത്തിനത് പറയാൻ സാധിച്ചത് എങ്കിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതാണ് റബ്ബിൻ്റെ സ്വർഗം. ആ സ്വർഗം എനിക്ക് വേണം എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യവും അദ്ദേഹം ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുക എന്നത് അവർക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 128-ാമത്തെ വചനത്തിൽ പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാനാവാത്തൊരു പ്രവാചകൻ. നമ്മൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അങ്ങേയറ്റം ആർത്തിയുള്ള ഒരു പ്രവാചകൻ. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് അങ്ങേയറ്റം ആർത്തി കാണിച്ച ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് ഏറെ ദയയും കാരുണ്യവുമുള്ള ഒരു പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു. തൻ്റെ അനുയായികൾക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചത്. നമുക്ക് വേണ്ടി നമ്മളെക്കാളേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഓർത്ത്, നമ്മുടെ പരലോകത്തെക്കുറിച്ചോർത്ത് നമ്മളെക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ചോർത്ത് നമ്മളെക്കാൾ ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പരലോകമോക്ഷം നമ്മളെക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് സ്വഹാബത്ത് ദുനിയാവിലും നാളെ മരണത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന് ജീവിത അനുഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹവാസത്തിൽ. അദ്ദേഹത്തിനു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, തീർച്ചയായും താങ്കൾ എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ കുടുംബത്തെക്കാൾ, എൻ്റെ സന്താനങ്ങളെക്കാൾ, എല്ലാറ്റിനേക്കാളും അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ, വ ഇന്നി ലഅകൂനു ഫിൽ ബൈതി ഫഅദ്കുറുക, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ താങ്കളെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. ഫമാ അസ്ബിറു ഹത്താ ആതീക ഫഅൻദുർ ഇലൈക, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ഓടി വരും, താങ്കളിലേക്ക് ഓടി വരും. താങ്കളെ കാണാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാൻ താങ്കളിലേക്ക് ഓടി വരും. പിന്നെയോ വഇദാ ദകർതു മൗതി വമൗതക, ഞാൻ എൻ്റെയും താങ്കളുടെയും മരണത്തെക്കുറിച്ച് ഓർത്തു. അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന റുഫിഅത മഅൻ നബിയ്യിൻ, പ്രവാചകരെ താങ്കൾ എങ്ങാനും മരണപ്പെട്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അമ്പിയാക്കന്മാരോടൊപ്പം താങ്കൾ ഉയർന്ന സ്ഥാനത്തായിരിക്കും. എന്നാൽ വഇൻ ദഖൽതുൽ ജന്നത ഖശീതു അൻ ലാ അറാക, ഞാൻ മരണപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ തന്നെ താങ്കളെ എനിക്ക് കാണാൻ കഴിയാതെ പോകുമോ എന്നോർത്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നുവെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മറുപടി കൊടുത്തത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ റസൂൽ
فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരാണോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹികളോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗബാൻ റളിയല്ലാഹു അൻഹുവിനടക്കം മറുപടി നൽകിയതായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്ത് കൊണ്ട് സന്തോഷിച്ച സ്വഹാബത്ത് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയൊരു സന്ദർഭമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനും ഹിജ്റ പോകട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാത്തിരിക്കൂ അബൂബക്കർ, കാത്തിരിക്കൂ അബൂബക്കർ. പലതവണ ഇത് ആവർത്തിച്ചു പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ അഖ്രിജ് മിൻ ഇൻദക്, താങ്കളുടെ അടുത്തുള്ളവരെ മാറ്റി നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഇതെന്റെ മക്കളാണ്, പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഇത് കേട്ടതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാനും താങ്കളുടെ കൂടെ വരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുഹ്ബ, താങ്കളും കൂടെ വന്നോളൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ സ്ഥലത്തുണ്ട്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക അൽയൗമ അൻ അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കർ യബ്കി യൗമഇദിൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ അവസരം കിട്ടിയപ്പോൾ കരഞ്ഞുപോയി. അദ്ദേഹം കരഞ്ഞുവെന്നു മാത്രമല്ല, ജീവിതത്തിൽ അന്ന് വരെ സന്തോഷം കൊണ്ട് ഒരാൾ ഇതുപോലെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുമ്പോൾ ഒരു പക്ഷേ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം. വഴിയിൽ ശത്രുക്കൾ പിടിക്കാൻ വന്നേക്കാം, വധിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യാൻ അത്രത്തോളം അവർ ഇഷ്ടപ്പെട്ടു, അത്രത്തോളം അവരതിൽ സന്തോഷിച്ചു. നമുക്ക് ചരിത്രത്തിൽ കാണാം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സങ്കടങ്ങൾ പറയേണ്ടത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും പരിഹാരത്തിനു വേണ്ടി പടച്ച റബ്ബിനോടാണ് തേടേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം പഠിപ്പിക്കുന്നതിന് വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്ന രംഗം. മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ മൂക്കയറ് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ ഒരു വർഷത്തിനു ശേഷം താങ്കൾ ഞാനുമായി കണ്ടുമുട്ടണമെന്നില്ല. പിന്നെയോ ലഅല്ലക തമുറു ബിമസ്ജിദി വഖബ്രി, താങ്കൾ ഒരു പക്ഷേ എൻ്റെ ഈ ഖബറിൻ്റെയും എൻ്റെ പള്ളിയുടെയും പരിസരത്തുകൂടെ നടന്നു പോകുന്ന അവസ്ഥയുണ്ടായേക്കും. ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ഇത് കേട്ടപ്പോൾ ഫബക മുആദുൻ,
ഖുശ്അൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട് വിട്ട് യമനിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ എൻ്റെ പ്രവാചകനെ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് കേട്ടപ്പോൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഏറെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ അവസ്ഥയാണ്. പ്രവാചകനെ കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കാൻ അവർ അത്രത്തോളം ആഗ്രഹിച്ചു. ഇത് മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബിയാണ് മഹാനായ സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആ സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയ ഒരു ചരിത്രമാണ്. സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഒരിക്കൽ അദ്ദേഹത്തെയും കൊണ്ടൊരു യാത്ര പോയി. വഴിമധ്യേ കൊള്ള സംഘം സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹുവിനെ തട്ടിക്കൊണ്ടുപോയി. അവർ ചന്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വിറ്റു. ആ സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് ഹകീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവാണ്. ഹകീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു കഅബയുടെ ഉള്ളിൽ ജനിച്ച സ്വഹാബിയാണ്. അദ്ദേഹമാണ് ഈ സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത്. അദ്ദേഹം ഈ കുട്ടിയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ ഹകീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങി വളർത്തുകയാണ് ഉണ്ടായത്. ആ ഖദീജയെ പിന്നീട് റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അങ്ങനെയാണ് സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുന്നത്. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹത്തെ കാണാതെ വളരെയധികം വിഷമിച്ചു. കാണുന്നവരോട് മുഴുവനും ചോദിച്ചു, നിങ്ങൾ എൻ്റെ മകനെ എവിടെയെങ്കിലും കണ്ടോ? അങ്ങനെ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ആളുകളോട് അവർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട് നിങ്ങളുടെ മോൻ. അത് കേട്ടപ്പോൾ അദ്ദേഹം നേരെ മക്കയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളൊരു മാന്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ കൂടെ പോകാം. പക്ഷേ സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്? നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ എത്ര വിലപിടിപ്പുള്ളതാണ്, എത്ര മനോഹരമാണ്. അത്തരം കളിപ്പാട്ടങ്ങളൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുകയില്ല. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ ഈ മക്കൾ പോലും ആഗ്രഹിച്ചു പോയതിൻ്റെ പിന്നിലുള്ള കാരണം അവിടുത്തെ സ്വഭാവമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. ഞാനിത് പറയുന്നത് നമുക്കും ഇത്തരമൊരു സ്വഭാവത്തിൻ്റെ ഉടമയായാൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടില്ലേ? സൽസ്വഭാവിയായി മാറുക എന്നത് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്. സൽസ്വഭാവിയായി മാറണമെങ്കിൽ 10 ലക്ഷം രൂപ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൽസ്വഭാവിയായി മാറാൻ 1 രൂപയുടെ ആവശ്യമില്ല. പലപ്പോഴും ഭൗതികമായ പല കാര്യങ്ങൾക്കും സമ്പത്ത് ആവശ്യമാണ്. പലരും പറയും സമ്പത്തില്ലാതെ ഒന്നും നടക്കൂല. പലരും പറയും സമ്പത്തുണ്ടെങ്കിൽ ഈ കാലത്ത് എന്തും നടക്കും. പക്ഷേ സമ്പത്തുണ്ടായതുകൊണ്ട് സൽസ്വഭാവിയാകാൻ കഴിയണമെന്നില്ല. സൽസ്വഭാവിയാകാൻ സമ്പത്ത് വേണമെന്നില്ല. ആരോഗ്യമുണ്ടാകണം പല കാര്യങ്ങൾക്കും, പക്ഷേ സൽസ്വഭാവിയാകണമെങ്കിൽ ആരോഗ്യത്തിൻ്റെ ആവശ്യമില്ല. ശാരീരിക സൗന്ദര്യം കൊണ്ട് പലതും നേടിയെടുക്കുന്നവരുണ്ട്, സൽസ്വഭാവിയാകാൻ സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസം കൊണ്ട് പലതും നേടിയെടുക്കുന്നവരുണ്ട്, സൽസ്വഭാവിയായി മാറാൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഒരാൾക്ക് സൽസ്വഭാവിയായി മാറാൻ കഴിയും. സത്യസന്ധമായ സംസാരം. എന്താ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റും, ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, കളവ് പറയൽ തെറ്റാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കളവ് പറയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ അതിന് കാശിൻ്റെ ആവശ്യമില്ല, ആരോഗ്യത്തിൻ്റെ ആവശ്യമില്ല. ഒരു തീരുമാനം, ഉറച്ച ഒരു തീരുമാനം ഉണ്ടായാൽ മതി. ഞാൻ ഒരാളെയും ചതിക്കുകയില്ല, ഞാൻ ഒരാളെയും വഞ്ചിക്കുകയില്ല,
ഞാൻ ഹറാമ് കാണുകയില്ല, ഞാൻ ഹറാമ് കേൾക്കുകയില്ല, ഞാൻ 5 നേരം നമസ്കരിക്കും, ഞാൻ കൃത്യമായി നോമ്പെടുക്കും, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ? നമുക്കുള്ള പണം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാം. ഹജ്ജ് ചെയ്യാൻ മാത്രം നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. സകാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. എന്താണെങ്കിലും സൽസ്വഭാവിയായി മാറണമെങ്കിൽ നമ്മളൊക്കെ, ഞാനടക്കം നമ്മളെല്ലാവരും ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നുവെങ്കിൽ സാധ്യമാകും. അങ്ങനെ സൽസ്വഭാവിയായി മാറുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടതുപോലെ നമ്മളെയും ആളുകൾ ഇഷ്ടപ്പെടും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം കറുകറുത്ത വ്യക്തിയായിരുന്നുവെന്ന്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തോടടുത്ത സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സങ്കടം കൊണ്ട് പറഞ്ഞു, വാ ഹസനാ, വാ ഹസനാ, എന്തൊരു ദുഃഖം, എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞത്, ബൽ വാ തറബാ, എന്തൊരു സങ്കടം എന്നല്ല പറയേണ്ടത്, എന്തൊരു സന്തോഷത്തിന്റെ സന്ദർഭമാണ്, എന്തൊരു സന്തോഷത്തിന്റെ സന്ദർഭമാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുചരന്മാരെയും കാണാൻ വേണ്ടി ഞാൻ യാത്ര പോവുകയാണ്. മരണത്തിന്റെ ശേഷമാണെങ്കിലും മരണത്തെ സ്വീകരിച്ചുകൊണ്ടാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുന്നതിൽ അത്രത്തോളം അവർ സംതൃപ്തരായിരുന്നു, ആഗ്രഹിച്ചവരായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം അവർ ആഗ്രഹിച്ചു എന്നുള്ളതിനും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവർ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം സ്നേഹിച്ചു, ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, ഇത് പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്കും ജീവിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജീവിതം? അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിൻ്റെ സാഫല്യത്തിന് വേണ്ടി പരിശ്രമിക്കുക കൂടെ ചെയ്യുക എന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്തുന്ന ആളുകളുടെ ബാധ്യതയാണ്. അത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത്? കൃത്യമായി ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര സന്തോഷകരമായിരിക്കും, എത്ര ആനന്ദകരമായിരിക്കും. അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത മറുപടി നമുക്ക് കൂടെയുള്ള മറുപടിയാണ്. വമൻ യുതിഇല്ലാഹ വർ റസൂൽ, ആരാണോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർ അമ്പിയാക്കന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹികളോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കണം, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യായങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മുടെ പ്രാർത്ഥന സാഫല്യമാകുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും മുറുകെ പിടിക്കുക. അതിനെന്തു വേണം? ഖുർആൻ നമ്മൾ പഠിക്കണം, പ്രവാചക അധ്യാപനങ്ങൾ നമ്മൾ പഠിക്കണം. അത് പഠിക്കുവാൻ ഒട്ടനേകം അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ ജീവിതത്തിന്റെ വഴി കണ്ടെത്താൻ നമുക്ക് പറ്റും. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ലോകത്തോട് നൽകുന്ന നിർദ്ദേശം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒന്നാമതായി നൽകുന്ന നിർദ്ദേശം.
ഈ ഭൂമി ലോകത്തെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച, ആകാശത്തെ സംവിധാനിച്ചിട്ടുള്ള, ഭൂമിയെ നമുക്ക് വേണ്ടി ഒരുക്കിയ, സമുദ്രത്തെ സൃഷ്ടിച്ചിട്ടുള്ള, സകല സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മൾ ഒന്നാമതായി എടുക്കേണ്ട തീരുമാനം ഏതാണ്? ആ റബ്ബിനെ ആയിരിക്കും ഞാൻ ആരാധിക്കുക, ആ റബ്ബിനോട് മാത്രമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക. അതാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രഖ്യാപിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെട്ടതും അവിടുന്ന് പ്രഖ്യാപിച്ചതും. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ആ റബ്ബിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചുവെങ്കിൽ നമുക്ക് ആ പ്രഖ്യാപനം നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള അവസരം നമുക്കുണ്ടാക്കി തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമുക്ക് പറ്റണം. അതിന്റെ പേരിൽ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ശരി, ക്ഷമിക്കുവാനും സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഹാനായ റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകരെ, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഫഅഇന്നി അലാ നഫ്സിക ബികഥറത്തി സുജൂദ്. നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം എന്നതാണ്. സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം വർദ്ധിപ്പിക്കുക. 5 നേരത്തെ നമസ്കാരം ഏതായാലും അത്രയേ ഉള്ളൂ. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ എടുക്കേണ്ട തീരുമാനം ഏതാണ്? 5 നേരത്തെ ഫറളാക്കപ്പെട്ട നമസ്കാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്നതോടൊപ്പം സുന്നത്തായ നമസ്കാരങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം, യതീമിനെ സംരക്ഷിക്കുക എന്നതിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിറുൽ യതീമി ഹകദ ഫിൽ ജന്ന. തന്റെ ചൂണ്ടുവിരലും മധ്യവിരലും ഉയർത്തിപ്പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, മാദാ അഅദത ലഹാ. അന്ത്യദിനം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നു, എന്നാൽ ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, ലാ ശൈ, പ്രത്യേകമായി ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ശക്തമായി സ്നേഹിക്കുന്നു. അതിനധികമായി കർമ്മങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, താങ്കൾ ആരെയാണോ സ്നേഹിക്കുന്നത് താങ്കൾ അവരോടൊപ്പമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കിനോളം സന്തോഷമുണ്ടായ മറ്റൊന്നുണ്ടായിരുന്നില്ല. ആരെയാണ് നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണ്, അതല്ലാത്ത മാർഗത്തിലല്ല. പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കാറുണ്ട്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നതാണ് പ്രവാചകചര്യ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി നമ്മൾ പഠിക്കണം. അതിനുള്ള അനേകം അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ അവസരങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മൾ തീരുമാനിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് ജീവിച്ചെങ്കിൽ അവിടുത്തെ ചര്യയുടെ കൂടെ, അവിടുത്തെ സുന്നത്തിന്റെ കൂടെ, ഖുർആനിന്റെ കൂടെ ഞാൻ ജീവിക്കും. അതിലൂടെ സ്വഹാബത്ത് ആഗ്രഹിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജീവിതം
എനിക്കും സാധ്യമാകുമെന്ന തിരിച്ചറിവോടെ നമുക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആ ഒരു ലക്ഷ്യമാണ്. ഭൗതികമായ പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും ആത്യന്തികമായി അപ്രതീക്ഷിതമായി തേടിയെത്തുന്ന മരണത്തോട് അവസാനിക്കാത്ത അനന്തമായ ഒരു ജീവിതത്തെ മുന്നിൽ കാണുമ്പോൾ ആ ഒരു ജീവിതത്തെ ഓർത്ത് മരണശേഷം റബ്ബിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ സംഗമിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കി റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മൾ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരിക്കുന്നവരെ അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിടയിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. അമ്പിയാക്കന്മാരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.